ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉഷ്ബി ടി വി. ഉഷ്ബി ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോയാണ്. ഇത് നെസ്റ്റയിൽ നിന്നാണ് വാങ്ങിയിരുന്നത്. അൺബോക്സിംഗ് ജിംബൽ എന്നും പറയും, ഗിംബൽ എന്നും പറയും. ഇപ്പൊ ഗിംബലിന് അമേരിക്കൻ ആക്സെന്റ് ആണ്, US ആക്സെന്റ് ആണ്. ജിംബൽ എന്നാണ് UK ആക്സെന്റ്, അതുപോലെ ഓസ്ട്രേലിയൻ ആക്സെന്റ്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ഇന്ന് എൻ്റെ പിൻ വെരിഫിക്കേഷൻ ലെറ്റർ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും വന്നു. ഏകദേശം ഒരു 6 മാസത്തോളം ആയി ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഞാൻ മുമ്പ് വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് കൊടുത്തിരുന്നു, അങ്ങനെ ആ അഡ്രസ്സിൽ വന്നില്ല. പിന്നെ വീണ്ടും ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുത്തു, അതിലും വന്നില്ല. അവസാനം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ പുതിയതായി താമസിക്കുന്ന സ്ഥലത്ത് ഷാർജ കോർണിഷിലാണുള്ളത്, അവിടുത്തെ അഡ്രസ്സ് കൊടുത്തു. അങ്ങനെ 2 പ്രാവശ്യം കൊടുത്തു, അങ്ങനെ ചേഞ്ച് ചെയ്തു. ഏകദേശം ഇന്ന് രാവിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ്റ്റ് ഓഫീസിൽ, ഇവിടെയും അതുപോലെ ഷാർജ സെൻട്രൽ പോസ്റ്റ് ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് ഇവിടെ കോർണിഷിലുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളി വന്നു. പിന്നെ അങ്ങനെ അൽഹംദുലില്ലാഹ് ആ പിൻ വെരിഫിക്കേഷൻ്റെ ഇത് കിട്ടി. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ പിൻ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ അഡ്രസ്സ് അയക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, കറക്റ്റ് അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ നമ്മൾ ഫോൺ നമ്പറും അതിൻ്റെ കൂടെ വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതൊരു തേർഡ് പാർട്ടി ലെറ്ററാണ്. അപ്പോൾ ഇത് വേണമെന്ന് കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അപ്പോൾ ഇവർ പോസ്റ്റ് ഓഫീസും ഇതിന് ഉത്തരവാദിയാവില്ല. അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇത് അതോ എവിടെയെങ്കിലും മിസ്സായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായാലും നമ്മളൊരു വെച്ചാൽ കൺട്രി കോഡ് വെച്ച് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. അങ്ങനെ ഇന്ന് എൻ്റെ ഫോൺ നമ്പർ ഇതിൽ വെച്ചിരുന്നു. അങ്ങനെ ആ ഫോൺ നമ്പർ കണ്ടാണ് എന്ത് ചെയ്ത് അവർ വിളിച്ചു, ഇന്നൊരാളല്ലേ ലെറ്റർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട് വിളിച്ചു. അങ്ങനെ ചെന്ന് നോക്കി അൽഹംദുലില്ലാഹ് ഇത് കിട്ടി. അപ്പോൾ അതുകൂടെ അൺബോക്സ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് പിൻ വെരിഫിക്കേഷൻ നടത്തും. കാരണം ഞാൻ മോണിറ്റൈസേഷൻ ആയിട്ട് ഇവരൊരു 3 മാസക്കാലം തരും പിൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതിന് 3 മാസം കഴിഞ്ഞാൽ നമ്മൾ പിൻ വെരിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചാൽ ആ ഗൂഗിൾ ആഡ്സെൻസ് ഡിസേബിളായി മാറും. പിന്നെ ആഡൊന്നും അതിൽ കാണിക്കൂല, നമ്മുടെ റവന്യൂ ഒക്കെ എന്ത് ചെയ്യും, പെൻഡിങ്ങിൽ വെക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്പ് ആണ്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ഇപ്പോൾ നമുക്ക് ആഡ്സെൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്യാം, പിൻ വെരിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ അതിൻ്റെ മെനു പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും, അതിൻ്റെ ഫസ്റ്റ് മെനുവിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് എന്താ ഈ സ്റ്റെപ്പ് അനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. ഇവിടെയാണ് അത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഗിംബൽ ഓർ ജിംബൽ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. നല്ല കവറിങ് ആണ് ഉള്ളത്. ഇതിൻ്റെ നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാർകോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ആക്സസറീസിൻ്റെ പിക്ചേഴ്സൊക്കെ ഇവിടെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏകദേശം ഒരു 4 മണിക്കൂറോളം ചാർജ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ അതിൻ്റെ സൂം ഔട്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓൺ ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാം.
പിന്നെ ഇവിടെ ഇങ്ങനെ കാണാം, ഇവിടെയാണ് ചാർജിങ് പോയിന്റ് വരുന്നത് കേട്ടോ. പിന്നെ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ ഫോൺ അഥവാ പെട്ടെന്ന് അതായത് ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഹോഹം ജിംബൽ എന്ന് പറഞ്ഞ ഹോഹം ഗിംബൽ ആ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് കാണാം, പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇതാണത്. അങ്ങനെ ഹോഹം ജിംബൽ ഓപ്പൺ ആക്കുക. പിന്നെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം, സെറ്റിങ്സ് ബ്ലൂടൂത്ത്. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബ്ലൂടൂത്ത് പോവുക, ബ്ലൂടൂത്ത് ഓൺ ചെയ്തിടുക. ഇനി കണക്റ്റിംഗ് ഡിവൈസാണ്. ഓക്കെ കൊടുക്കുക, മൈക്രോഫോണൊക്കെ കൊടുക്കുക, ഹലോ ആക്സസ് ടു ഓൾ ഫോട്ടോസ് കൊടുക്കുക. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്ത് ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മളെ ഗിംബൽ റെഡി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ പിന്നീട് പറയാം. ഇത് ഇനിയൊന്നും ചാർജ് ചെയ്തിട്ടില്ല, ചാർജ് ചെയ്യണം. ഏകദേശം 4 മണിക്കൂർ ചാർജ് ചെയ്യണം. പിന്നെ എന്നാലത് കണക്ട് ചെയ്യാൻ കഴിയാം. ഏതായാലും ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി ഞാൻ കാണിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇത് വെച്ചായിരിക്കും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.